ഒരുപാട് യങ് ഡയറക്ടേഴ്സ് റൈറ്റേഴ്സ് ഇപ്പോൾ നമ്മൾ റോജൻ തോമസ് അല്ലെങ്കിൽ അരുൺ വൈദ്യനാഥൻ മിഥുൻ ഇപ്പോൾ ലേറ്റസ്റ്റ് സിനിമ എടുക്കുകയാണെങ്കിൽ ദർ ലോട്ട് ഓഫ് ന്യൂ പീപ്പിൾ അല്ലേ യുവർ ബിലീഫ് ഇൻ യങ് ടാലൻറ്റ് ഐ എം വെരി ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് അതിനെപ്പറ്റി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ആൾക്കാരുടെ കയ്യിൽ എപ്പോഴും ഫ്രഷ് തോട്ട്സ് ഉണ്ടാവും. അത് മാത്രമല്ല എല്ലാം പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ളൊരു ഇതുണ്ടാവും അവരുടെ കയ്യിൽ. അങ്ങനെ ഒരു എന്താ പറയുക ഒരു ഫയർ ഉണ്ടാവും അവർക്ക്. അതാണ് നമുക്ക് വേണ്ടത്. കാര്യം അവരവരുടെ ഹാർട്ട് ആൻഡ് സോൾ ഇടണം ആ സിനിമയിലേക്ക്. അങ്ങനെ എന്താ പറയുക നമ്മുടെ കൂടെ നിന്നേക്കുന്ന എല്ലാ ഡയറക്ടേഴ്സും അങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്തേക്കുന്നത്. ഇപ്പോൾ വർക്ക് ചെയ്തേക്കുന്ന എല്ലാ ഡയറക്ടേഴ്സും ഇനിയും നമ്മുടെ കൂടെ തന്നെ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ്. കാര്യം അവരുടെ അടുത്ത പടങ്ങളും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പുതിയ ആൾക്കാർ വരുമ്പോൾ എന്താ പുതിയ ഐഡിയാസ് വരും. പഴയ ആൾക്കാർ എപ്പോഴും പഴയ രീതി ചിന്തിക്കുന്ന അല്ലെങ്കിൽ അവർ ചെയ്ത് സക്സസ് ആക്കിയ ഫോർമുല മാത്രം വീണ്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. എന്ന് വെച്ച് പഴയ ആൾക്കാരുടെ കൂടെ ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല എന്നല്ല, നല്ല സബ്ജക്ട്സ് വന്നു കഴിഞ്ഞാൽ എന്തായാലും ചെയ്യും. Okay, so I mean connected to that is probably Shoot an Idea which you are doing for Kappa right now alle ഒരുപാട് ഷോർട്ട് ഫിലിംസ് കാണുന്നുണ്ട്, lot of fresh young talent. I mean how do you feel being on Shoot an Idea? ഒരുപാട് ഷോർട്ട് ഫിലിംസ് നമ്മൾ കണ്ടു, അതുപോലെ ഫോട്ടോഗ്രാഫ്സ് കണ്ടു. എല്ലാം കണ്ടതിൽ ഇപ്പം 2-3 എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയാവുന്ന പോലത്തെ കണ്ടു. പക്ഷെ ബാക്കിയുള്ളതെല്ലാം ഭയങ്കര മോശം എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടി, അത് യൂട്ടിലൈസ് ചെയ്യണ്ടേ? അത് നമ്മൾ ഈസി ആയിട്ട് കാണരുത്. എന്തെങ്കിലും കുറച്ച് റെഫർ ചെയ്യുക, അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നല്ല എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ക്വാളിറ്റി ഉണ്ടാവും നമ്മുടെ പ്രോഡക്റ്റിൽ. അത് എനിക്ക് തോന്നുന്നു ഒരുപാട് മിസ്സിങ് ഉണ്ടായിരുന്നു. 1-2 ഭയങ്കര രസമുള്ള സാധനങ്ങളുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടുമ്പോൾ നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അല്ലാതെ ചുമ്മാ ഇരിക്കട്ടെ എൻ്റെ വക പറയണം, കിട്ടിയാ കിട്ടി. ഈ ഊട്ടി അല്ല ചട്ടി എന്ന് പറയുന്ന ഒരു ഇതിൽ അയച്ചേക്കുന്ന ഒരുപാട് പേരുണ്ട്. വളരെ ഈസി ആയിട്ട് കണ്ടിട്ട് ഫോട്ടോഗ്രാഫ്സ് പിന്നെയും കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ള ഫോട്ടോഗ്രാഫ്സ്. എനിക്ക് തോന്നുന്നു എല്ലാവരും ഈ ഫോട്ടോഗ്രാഫിയിലാണ് കോൺസെൻട്രേഷൻ മുഴുവൻ. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ സെൽഫി മൊബൈലിന്റെ ഇതിന്റെ എല്ലാം ഇതുകൊണ്ടായിരിക്കും ഫോട്ടോഗ്രാഫിയിലാണ് എല്ലാവരുടെയും കോൺസെൻട്രേഷൻ. ഈ ഷോർട്ട് ഫിലിംസ് എടുത്ത് നോക്കിയാലും കാണാം എല്ലാവരും ഷോർട്ട് വെക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്. ഒരിക്കലും അതിന്റെ ഡയറക്ഷനിലോ അല്ലെങ്കിൽ അതിന്റെ കോൺസെപ്റ്റിലോ ആരും ശ്രദ്ധിച്ചിട്ടില്ല. കണ്ടു കഴിഞ്ഞ ആളുകൾക്ക് കണ്ണെടുക്കാൻ തോന്നാത്ത രീതിയിലുള്ള ഷോർട്ട് ഫിലിംസ് ചെയ്യുകയാണ് വേണ്ടത്. ഒരു സിനിമ എന്ന് പറയുന്ന ഒരു ഇതിലേക്കല്ലേ എല്ലാവരുടെയും നോട്ടം. അതിനുവേണ്ടി ചെയ്യുമ്പോൾ സിനിമ ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒരാളാണെന്ന് നമുക്ക് തോന്നണം. Let's come to Producers Association, right? I believe you are definitely a part of it. Yes. How far does it actually protect your rights? ഒരു Producers Association എന്താ തലവൽക്കുന്നുണ്ടല്ലേ? You know how far good is it? അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ്സ് എങ്ങനെയൊക്കെയാണ്? ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വഴി എനിക്ക് അതുകൊണ്ടൊരു ഇതുവരെ ഒരു ഗുണം ഉണ്ടായിട്ടില്ല. അവിടെ സ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് എനിക്ക് തോന്നുന്നു ഗുണങ്ങളുണ്ടായിരിക്കാം. ഞാൻ ഇൻഡസ്ട്രി വന്നതിന് ശേഷം 2 ഗ്രൂപ്പ് കയറി. ഈ 2 ഗ്രൂപ്പ് വന്നിട്ടും പ്രത്യേകിച്ച് ഒരു മാറ്റവും സിനിമയിൽ വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡ്യൂസേഴ്സിന്റെ ഇടയ്ക്ക് വന്നതായിട്ട് അറിയില്ല. ചിലർ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, ചിലർ ഉപയോഗിക്കുന്നേ ഇല്ല. ഇപ്പം നമ്മളൊന്നും അങ്ങോട്ട് പോലെ ജനറൽ ബോഡി ഉള്ള സമയത്ത് ജസ്റ്റ് ഒന്ന് പോകും. അവിടെ ചെല്ലുമ്പോൾ കാണാം കൂട്ടത്തല്ല്, അടിപിടി കാര്യങ്ങളൊക്കെ എല്ലാം അവിടെ ഈ സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ളൊരു അടി ബഹളമായിട്ട് തോന്നി. ഒരിക്കലും സിനിമ നന്നാവാനോ അല്ലെങ്കിൽ സിനിമയ്ക്ക് എന്തെങ്കിലും നല്ലത് കൊണ്ടുവരാനോ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന് എന്തെങ്കിലും ഒരു ഗുണകരമായ കാര്യങ്ങൾ കൊണ്ടുവരാനോ ഒന്നും ആരും ശ്രമിക്കാറില്ല. പ്രൊഡ്യൂസേഴ്സ് എപ്പോഴും ഈ ആക്ടേഴ്സിൻ്റെ പോലെയോ അല്ലെ ഡയറക്ടേഴ്സിൻ്റെ പോലെയോ ഈ ബാക്കിയുള്ള സംഘടനകൾ പോലെയല്ല. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഈ വെള്ളത്തിൽ മുങ്ങാൻ പോകുന്ന ഒരു ഇതാണ് സിറ്റുവേഷൻ ഉണ്ടല്ലോ. വെള്ളത്തിൽ മുങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ മറ്റേ ആളുടെ നമ്മളെ രക്ഷിക്കുന്ന ആളെ പിടിച്ചു മുക്കാൻ നോക്കും. അങ്ങനെ ഒരു ഇതുണ്ട്. അതാണ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ സാധാരണ സംഭവിക്കുന്നത്. നമ്മൾ ഒരാളെ രക്ഷിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ പിടിച്ച് താത്തും. അങ്ങനത്തെ ഒരവസ്ഥയാണ്. പ്രത്യേകിച്ച് ഒരു ഗുണമില്ലാത്ത ഒരു അസോസിയേഷനാണ്. നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ തന്നെ കയ്യും കാലും ഒക്കെ പിടിച്ച് ഡീൽ ചെയ്യാന്നല്ലാതെ ഒരു അസോസിയേഷനും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രത്യേകിച്ച് നമ്മുടെ കൂടെ നിൽക്കില്ല. How healthy is it to make friendships in the industry, Sandra? Like, is it easy to make good friends who you can trust? It is very easy to make friendship, but good friends. ഒന്നും ലാസ്റ്റ് ഇല്ല എന്നുള്ളതേ ഉള്ളൂ. എല്ലാരും among women വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം. Like among women group, how is it like? അതാ ഞാൻ പറഞ്ഞത്, എല്ലാരും പെട്ടെന്ന് ക്ലോസ് ആവും. ഇപ്പൊ സിനിമയില് ഇപ്പം വിമൻ എന്നല്ല ആരാണെങ്കിലും പെട്ടെന്ന് ക്ലോസ് ആവും. പെട്ടെന്ന് നമുക്ക്
നമ്മുടെ കൂടെ ചെറുപ്പം പോലെ ഇരുന്ന് പഠിച്ചു വന്ന ആൾക്കാരാണോ നമുക്ക് തോന്നിപ്പോവും. അതേ രീതിയിൽ നമ്മളടുത്ത് പെട്ടെന്ന് ക്ലോസ് ആവും. അതേപോലെ തന്നെ ആ സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു വിവരം ഉണ്ടാവില്ല. പിന്നെ എല്ലാവരും ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഫ്രണ്ട്ഷിപ്സ് ആണ് സിനിമയിൽ മൊത്തം. അല്ലാതെ ഉണ്ട് കേട്ടോ, അല്ലാതെ ഉണ്ട്, അല്ലാന്നല്ല. പക്ഷെ എന്നാൽ പോലും കൂടുതലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്സ് ആണ് കൂടുതൽ. I hope you continue being an inspiration for all the women who want to become producers as well. ഈ ഫീൽഡിലേക്ക് വരണം അല്ലേ? ഒരു ഭയങ്കര മെയിൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. അവിടെ ഒരാൾക്കും ഇഷ്ടാവില്ല ഒരു പെണ്ണ് കയറി വരിക എന്ന് പറയുന്നത്. ഒന്നാമതേ ഒരു പെണ്ണ് ഒരു വാക്ക് എന്തെങ്കിലും കൂടുതൽ പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത ആണുങ്ങളുള്ള സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. അവിടെ അവരെ ഭരിക്കുന്ന ഒരാൾ കയറി വരിക, അല്ലെങ്കിൽ അവരുടെ അതേ ഇൻഡസ്ട്രിയിൽ കയറി വരിക എന്ന് പറയുന്നത് ആർക്കും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമല്ല. അത് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കുക അല്ലെങ്കിൽ അതിലേക്ക് വരിക എന്ന് പറയുന്നത് അത്ര വരാൻ ഈസിയാണ്, പക്ഷെ പിടിച്ചു നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് കുറച്ച് മനോധൈര്യവും കുറച്ച് കഷ്ടപ്പെടാനുള്ള മനസ്സും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും വരണം. Thank you so much. I'm not going to give you a southern handshake. I'm going to give you a high five for being so awesome. Okay.